Hi all, welcome to Gardening Guide. I am Athulya Uma. അപ്പോൾ ഇന്ന് കുറച്ച് ഞാൻ സെർച്ച് ഒക്കെ ചെയ്തിട്ട് ഒരു നഴ്സറി കണ്ടുപിടിച്ചു. അപ്പോൾ ഇവിടേക്ക് കുറച്ച് പ്ലാന്റ്സും പോട്ട്സ് ഒക്കെ വാങ്ങണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ നഴ്സറിയിലേക്ക് പോവാണ്. അപ്പോൾ ഇലക്ട്രോണിക് സിറ്റിയിലുള്ള PVR ഗാർഡൻ മാൾ എന്ന് പറയുന്ന ഒരു നഴ്സറിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമുക്ക് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഇത് PVR ഗാർഡൻ മാളിൻ്റെ ഒരു എൻട്രൻസ് തന്നെയാണ്. അപ്പോൾ നമുക്ക് കയറി ചെല്ലുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഫൈക്കസ് ബോൺസായികളാണ്. അപ്പോൾ ഫൈക്കസ് മാത്രമല്ല വേറെ പ്ലാന്റ്സിൻ്റെയും ബോൺസായികൾ ഇവിടെ ഉണ്ട്. അപ്പം ഈ കാണുന്ന ബോൺസായിക്കിന് എല്ലാത്തിനും ഒരു 3000 തൊട്ട് 18,000 ഇടയിലുള്ള ബോൺസായി മരങ്ങളാണ് ഈ കാണുന്നത്. നല്ല ഭംഗിയിൽ തന്നെ പല ഷേപ്പിൽ തന്നെ അവരത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എത്ര വർഷങ്ങൾ എടുത്തിട്ടായിരിക്കുമല്ലേ അവരങ്ങനെ ഈ ബോൺസായിക്ക് സെറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ വളരെ നല്ല ഭംഗിയിൽ നല്ല ഷേപ്പിലുള്ള ബോൺസായികളുടെ ഒരു വലിയ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ട്. ഈ കാണുന്നൊരു ബോൺസായിക്ക് ഏകദേശം ഒരു 10,500 രൂപയാണ് വില വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ മിക്കതിനും ഒരു 3000-ൻ്റെയും 4,000-ൻ്റെയും 5,000-ൻ്റെയും ഒക്കെ ബോൺസായികളുണ്ട്. ഒരു 3,000-ന് കുറഞ്ഞ വിലയുള്ള ബോൺസായി ഞാനിവിടെ കണ്ടിട്ടില്ല. ഈ കാണുന്ന പ്ലാന്റിനും 10,000-ന് മേലെ തന്നെയാണ് റേറ്റ് വരുന്നത്. പക്ഷെ ഇത് ബോൺസായി ആണ്, ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടാണ് അവരത് ഇങ്ങനെ ഉണ്ടാക്കി വരുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും റേറ്റ് ഇതിന് വരുന്നത്. വളരെ റേറ്റ് കൂടിയിട്ടുള്ള ഒരു തരം ഇതകളാണ് ഈ ഫൈക്കസിൻ്റെ ബോൺസായി എന്ന് പറയുന്നത്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് തന്നെ ലോറോപെറ്റാലത്തിൻ്റെ ഒരു വലിയ കളക്ഷൻ തന്നെയുണ്ട്. നല്ല വലിയ ലോറോപെറ്റാലംസ് ആണ് അവിടെ ഉള്ളത്, നല്ല ബ്രൗൺ കളറിൽ. പിന്നെ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ് ഇത് സക്യുലൻസ് ആണ്. അപ്പോൾ നമ്മളെങ്ങനെയാണ് സക്യുലൻസ് വളരെ കഷ്ടപ്പെട്ടിട്ടൊക്കെയാണ് വളർത്തിയെടുക്കുക അല്ലേ. ഇവിടെ ഉണ്ടായിരുന്ന സക്യുലൻസ് മഴയും വെള്ളവും കൊണ്ട് ഒരു മറ പോലും, ഒരു ഷീറ്റ് പോലും അവർ ഇട്ട് കൊടുത്തിട്ടില്ല. അങ്ങനെ മഴയും വെയിലും കൊണ്ട് വളരുന്ന സക്യുലൻസ് ആണ്. വളരെ ഹെൽത്തി ആയിട്ടാണ് ഇതിരിക്കുന്നത്. അതിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ ഈ ഇലകൾ കൊഴിഞ്ഞിട്ട് ഇതുപോലെ മുളച്ച് നിൽക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് ഇലകൾ കൊഴിഞ്ഞിട്ട് മുളച്ച് നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടുത്തിരിക്കുന്ന പ്ലാന്റ്സിൻ്റെ ചട്ടികളിലും ഒക്കെ ഇതുപോലെ പുല്ല് വളർന്ന പോലെ സക്യുലൻസ് നിന്നു കാണും. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെ അത്ഭുതമായി. നമ്മൾ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് വളർത്തിയിട്ടും സക്യുലൻസ് നശിച്ചു പോകണം. അപ്പോൾ മഴയും വെയിലും കൊണ്ടിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. പിന്നെ ഒരു ഗ്രീൻ ഹൗസ് പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലും ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. അപ്പം ആ പ്ലാന്റ്സിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന റേറ്റിനേക്കാളും കുറച്ചും കൂടി ഒന്ന് ഹൈ ആണ്. എന്നാലും പല തരത്തിലുള്ള പ്ലാന്റ്സ്, ഒട്ടുമിക്ക എല്ലാ പ്ലാന്റ്സും തന്നെ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ കളക്ഷൻ തന്നെ ഇവിടെ ഉണ്ടെന്ന് പറയാം. പിന്നെ ഇത് നമ്മുടെ 10 മണിപ്പൂക്കളുടെ തന്നെ ഇലകളിൽ ഒരു വൈറ്റ് വെരിഗേഷൻസ് വരുന്ന വെറൈറ്റിയാണ്. അപ്പം ഞാനിത് ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. പിന്നെ ഇവിടെ നിറയെ മണി പ്ലാന്റിൻ്റെ അതുപോലെ സൈപ്രസ് ട്രീകളുടെയൊക്കെ കളക്ഷൻസ് ഒരുപാടുണ്ട്. പിന്നെ ഇത് മണി പ്ലാന്റ്സ് ആ ചട്ടിയിൽ തന്നെ കോലൊക്കെ കുത്തിയിട്ട് പടർത്തിയിട്ടൊക്കെയാണ്. അപ്പോൾ ആ ചട്ടി തന്നെ നമുക്കങ്ങനെ വാങ്ങാൻ പറ്റും. പിന്നെ ഹൈഡ്രാഞ്ചിയയുടെ പൂക്കളാണ്. അതിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ മെയിനായിട്ട് ഇവർ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്ലാന്റ് എന്ന് പറയുന്നത് അരേക്ക പാമാണ്. അരേക്ക പാം മാത്രമല്ല, എനിക്ക് പേരറിയാത്ത പലതരത്തിലുള്ള പാമിൻ്റെ വലിയ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. അപ്പോൾ അതെല്ലാം തന്നെ ഇങ്ങനത്തെ ചെറിയൊരു ഗ്രോ ബാഗിൽ വിത്ത് മുളപ്പിച്ചിട്ടാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇങ്ങനത്തെ പാമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ അരേക്ക പാമൊക്കെ വിത്ത് മുളപ്പിച്ചിട്ട് അവർ ഉണ്ടാക്കുന്നത് കാണുന്നത് തന്നെ. അപ്പോൾ ഇവിടെ തന്നെയാണ് അവരുടെ പ്രൊഡക്ഷനും, അതായത് ഇവിടെ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ട് ഇവിടെ തന്നെ കൃഷി ചെയ്തിട്ടാണ് അവർ വിൽക്കുന്നത്. അപ്പോൾ
അപ്പോൾ ഇവിടെ നമുക്ക് ഈ ഗ്രീൻ ഹൗസിൻ്റെ അപ്പുറത്തും ആയിട്ട് അവരുടെ പ്രൊപ്പഗേഷൻ്റെ സ്ഥലങ്ങൾ കാണാം. ഇതൊരു പറമ്പാണ്, അങ്ങോട്ടൊന്നും നമുക്ക് ആക്സസ് ഇല്ല. അപ്പോൾ ഇവിടെ ശരിക്കും പുല്ല് പോലെയാണ് ചെടികൾ നിൽക്കുന്നത്. നിലത്തൊക്കെ ഇവർ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതായത് വിൽക്കാൻ വെച്ചിരിക്കുന്ന ചെടികളൊക്കെ ഇവിടെ ഇങ്ങനെ മണ്ണിൽ നട്ടിട്ട് കാട് പോലെ വളർന്നിരിക്കുകയാണ്. പിന്നെ ചെറിയ ചെറിയ ഗ്രീൻ ഹൗസസ് ഇതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലും ഇവരിങ്ങനെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഞാൻ കണ്ടതിൽ വെച്ചിട്ട് ഒരു ഏറ്റവും വലിയ നഴ്സറിയാണ് ഈ PCR ഗാർഡൻ മാൾ എന്ന് പറയുന്നത്. നമ്മുടെ അവിടെയൊക്കെ ചെറിയ ചെറിയ നഴ്സറിയിലല്ലേ പോകാറുള്ളത്. ഇവിടെ ഇത്രയും വലിയൊരു നഴ്സറിയാണ്. ഇവരുടെ തന്നെ പ്രൊഡക്ഷൻ ഉണ്ട്. ഒരുപാട് തൊഴിലാളികൾ ഇവിടെ പണിയെടുക്കുന്നതായിട്ട് കാണാനായിട്ട് സാധിച്ചു. ഇത് ലാവെൻഡർ പ്ലാന്റ് ആണ്. ഇതും അവിടെ ആ 2 സൈഡിലായിട്ട് മണ്ണിൽ തന്നെ നിന്നിട്ട് ഇവർ വളർത്തിയിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് എടുത്തിട്ടാന്ന് തോന്നുന്നു ഗ്രോ ബാഗിലൊക്കെ വെക്കുന്നത്. പിന്നെ ഒരുപാട് പേരറിയാത്ത ചെടികളൊക്കെ ഉണ്ട്. ഈ ചെടിയുടെ ഒന്നും പേരെനിക്കറിയില്ല. പിന്നെ ഇതും ആ സൈഡിലായിട്ട് അവർ കൃഷി ചെയ്യുന്നതാണ്. ഇതെന്താണെന്നൊന്നും അറിയില്ല. ഒരുപാട് പ്ലാന്റ്സ് മണ്ണിലൊക്കെ ഇങ്ങനെ നട്ട് വളർത്തിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ അവിടെയൊക്കെ സാധാരണയായിട്ട് കാണുന്ന ഡ്രസ്സീനെയാണ്. അപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ പണ്ട് ഇതിൻ്റെ കുറേ വേലിമലൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതിൻ്റെ ഇവിടുത്തെ വില എത്രയാണെന്ന് അറിയോ? 350 രൂപയാണ് ആ ചെറിയൊരു തൈക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് തരത്തിലുള്ള പല കളറിലുള്ള ഡ്രസ്സീനകളുടെയൊക്കെ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. പിന്നെ ഇത് പോയിൻസെറ്റിയ പ്ലാന്റ് ആണ്. അതിൻ്റെയും പല കളറിലുള്ള ചെടികൾ കണ്ടായിരുന്നു. പിന്നെ ഇവിടെ മോൺസ്റ്റർ പ്ലാന്റ്സ്, അരീലിയയുടെ കളക്ഷൻസ്, ഇംഗ്ലീഷ് ഐവി, അതുപോലെ എഗ്ലോണിമയുടെ മിക്ക വെറൈറ്റീസും ഇവിടെ ഉണ്ട്. പിന്നെ ഇത് റബ്ബർ പ്ലാന്റുകളാണ്. പിന്നെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ 10 മണിയുടെ വെരിഗേറ്റഡ് വെറൈറ്റി ഉണ്ട്. അതുപോലെ തന്നെ സാധാരണ വെറൈറ്റീസും ഇവിടെ കാണാനായിട്ട് സാധിക്കും. പിന്നെ മണി പ്ലാന്റ്, ഇത് നിയോൺ പോത്തോസാണ്. അതുപോലെ തന്നെ സാധാരണ ഫിലഡെൻഡ്രോൺസ്, അതുപോലെ ഒരുപാട് മണി പ്ലാന്റിൻ്റെ കണക്ഷൻസ് ഇവിടെ ഉണ്ടായിരുന്നു. ഇത് അംബ്രല പ്ലാന്റ് ആണ്. അതുപോലെ കറ്റാർവാഴ ചെടികളുണ്ട്. പിന്നെ ഫേൺസ്, കുറേ തരത്തിലുള്ള ഫേൺസുകളുണ്ട്. ഫേൺസിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഞാനിവിടെ കണ്ടു കേട്ടോ. ഇത് പിന്നെ പോൾക്ക ഡോട്ട്സ് പ്ലാന്റ് ആണ്. അതുപോലെ പീസ് ലില്ലി, അതിൻ്റെ അപ്പുറത്ത് തന്നെയായിട്ട് പീസ് ലില്ലികൾ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇതിന് 800 രൂപയാണ് ഈ ചെടിക്ക്. പിന്നെ മണി പ്ലാന്റുകളുടെ തന്നെ പലതരം മാർബിൾ ക്യൂൻ പോത്തോസ്, നിയോൺ പോത്തോസ്, അങ്ങനെ ഒരുപാട് ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഇവിടെ മണി പ്ലാന്റും അരേക്കപ്പാമാണ് കേട്ടോ എനിക്ക് കാണാനായിട്ട് സാധിച്ചത്. ഇത് പിന്നെ ഫിഡിൽ ലീഫിൻ്റെ പ്ലാന്റ് ആണ്. ഇതിന് ഏകദേശം ഒരു 1000 റുപ്പീസ് ആയിരുന്നു എഴുതിയിട്ടുണ്ടായിരുന്നത്. നല്ല വിലയാണ് പ്ലാന്റ്സിന് എല്ലാതും ഉണ്ടായിരുന്നത്. പിന്നെ ഇത് ഒരു ഫിൽഡ്രോണ്ടോൺ വിഭാഗത്തിൽ പെടുന്ന പ്ലാന്റ്സ് ആണ്. ഇത് പിന്നെ ഹൈഡ്രാഞ്ചിയെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. ഹൈഡ്രാഞ്ചിയുടെ തണ്ടെടുത്തിട്ട് ചെറിയ ചെറിയ ചട്ടികളിലാക്കിയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നതാണ്. അപ്പം ഇതൊന്നും നമുക്ക് സെയിലിനില്ല, ഈ പ്രൊപ്പഗേഷൻ്റെ ഐറ്റംസ് എല്ലാതും. പിന്നെ ഇവിടെ വെരിഗേറ്റഡ് ആയിട്ടുള്ള പീസ് ലില്ലീസ് ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരുപാട് പ്ലാന്റ്സിൻ്റെ കളക്ഷനാണ് ഈ ഗ്രീൻ ഹൗസിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നടക്കുമ്പോൾ നമുക്ക് വേറൊരു സെക്ഷൻ കാണാൻ പറ്റും. സെയിലിനില്ല, നഴ്സറികളൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പ്ലാന്റ്സ് ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് വാങ്ങാം. അപ്പോൾ പ്ലാന്റ്സിന് നല്ല റേറ്റ് വ്യത്യാസമുണ്ട്.
അതായത് നമുക്ക് ഇവിടെ നിന്നൊന്നും ഒറ്റ ചെടിയായിട്ട് വാങ്ങാൻ പറ്റില്ല. നഴ്സറിക്കാർ നല്ല ബൾക്കായിട്ട് മാത്രമേ പ്ലാന്റ്സ് ഇവിടെ നിന്ന് വാങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടുത്തെ പ്ലാന്റ്സിനെ കുറിച്ചും ഇവിടുത്തെ കാഴ്ചകളെ കുറിച്ചും പിന്നെ ഇവിടുത്തെ റേറ്റുകൾ, നമ്മൾ ഒറ്റയ്ക്ക് വാങ്ങുന്നതും കൂട്ടായിട്ട് വാങ്ങുമ്പോൾ ഉണ്ടാകുന്ന നല്ല റേറ്റ് വ്യത്യാസങ്ങളെ കുറിച്ചൊക്കെ അടുത്തൊരു വീഡിയോയിൽ പറയാം. അല്ലെങ്കിൽ വീഡിയോ വളരെ ലെങ്തി ആവും. അപ്പോൾ പാർട്ട് 2 വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.